തട്ടുംപുറം കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് അയല ഫ്രൈ ആണ്. നമ്മുടേതായ രീതിയിൽ ഒരു വെറൈറ്റി സ്റ്റൈലിലുള്ള ഒരു അയല ഫ്രൈ ആണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. നമുക്കിപ്പോൾ വീഡിയോയിലേക്ക് പോകാം. നമുക്ക് ഈ മീനൊന്ന് ആദ്യം ഒന്ന് വൃത്തിയാക്കി എടുക്കാം. ഇതിൻ്റെ ചെതുമ്പലൊക്കെ നമുക്ക് കളഞ്ഞ് ചിറകും ചേർത്ത് കളയേണ്ടതുണ്ട്. ഇതിൻ്റെ ചിറകൊക്കെ കട്ട് ചെയ്ത് കളയണം. ഇതിൻ്റെ കുടലൊക്കെ എടുത്ത് കളയാനുണ്ട്. നമ്മളിത് മുഴുവനായിട്ടിട്ടാണ് പൊരിക്കുന്നത്, പീസാക്കുന്നില്ല. അപ്പോൾ ഇത് നല്ല വൃത്തിയായിട്ടൊന്ന് വൃത്തിയാക്കി എടുക്കാനുണ്ട്. ഇതുപോലെ വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതേപോലെ നമുക്ക് 3 മീനും വൃത്തിയാക്കി എടുക്കാം. നമുക്കിത് സൈഡൊക്കെ വരഞ്ഞ് നമ്മൾ നല്ല വൃത്തിയായി കട്ട് ചെയ്ത് അതിൻ്റെ അകമെല്ലാം വൃത്തിയാക്കി സൈഡൊക്കെ വരഞ്ഞെടുത്തിട്ടുണ്ട്. മസാല പിടിക്കാൻ വേണ്ടിയിട്ടാണ്. ഇതുപോലെ 3 മീനും നമ്മൾ നല്ല രീതിക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല വൃത്തിയായിട്ട് കഴുകിയെടുക്കാം. നമുക്കൊരു ജാർ എടുത്തിട്ട് അതിലേക്ക് ചെറിയ ഉള്ളി, ഒരു 5-6 പീസ് ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കാം. ചെറിയ ഉള്ളി സ്കിപ്പ് ചെയ്യരുത്. ചെറിയ ഉള്ളിയാണ് ഇതിൻ്റെ മെയിൻ. പിന്നെ ചെറുതായിട്ട് കഷ്ണങ്ങളൊക്കെ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഇഞ്ചി, ഒരു 5-6 വെളുത്തുള്ളി, പിന്നെ ഒരു 2 ടീസ്പൂൺ, ഒരു 2.5 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മസാല, ഗരം മസാലയാണ്, കുറച്ച് മഞ്ഞൾപ്പൊടി, ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി. പിന്നെ ഇതിലേക്ക് ഇടാനുള്ളത് ഒരു നുള്ളു ഉലുവ പൊടിച്ചതാണ്. പിന്നെ കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കാം. കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഒരു നാരങ്ങയുടെ നീര് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കണം. പിന്നെ ഇതിൽ ചേർക്കേണ്ടത് കായപ്പൊടി, കുറച്ച് കായപ്പൊടി, കുറച്ച് മതി, കുറച്ച് ചേർത്ത് കൊടുക്കുക. പിന്നെ വെള്ളം ഒഴിച്ച് അരയ്ക്കരുത്, ശുദ്ധമായ വെളിച്ചെണ്ണ ചേർത്ത് ഇതിനെ അരയ്ക്കണം. നമുക്ക് ഈ മസാല എല്ലാം കൂടെ ഒന്ന് മിക്സിയിലിട്ടൊന്ന് കറക്കിയെടുക്കാം. ഓക്കെ, നമ്മൾ കറക്കി എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് മീനിലേക്ക് ചേർത്ത് കൊടുക്കാം. ഓക്കെ, നമുക്ക് മീനിലേക്ക് ഈ മസാല, നമുക്ക് റെഡിയാക്കി വെച്ചിരിക്കുന്ന മസാല ചേർത്ത് കൊടുക്കാം. നമുക്കിതിൽ ഈ മസാല മീനിലേക്ക് തേച്ച് പിടിപ്പിച്ച് കൊടുക്കാം. അകത്തൊക്കെ ഇത് നന്നായിട്ട് ഇത് തേച്ച് കൊടുക്കണം. വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് നല്ല ശുദ്ധമായ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ആട്ടിയ വെളിച്ചെണ്ണയാണ് അപ്പോൾ നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിലേക്ക് നമുക്ക് ഒരു 2-3 തണ്ട് കറിവേപ്പില ഇങ്ങനെ വെച്ച് കൊടുക്കാം. എണ്ണ നല്ലപോലെ ചൂടായി വരുന്നുണ്ട്.
എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് നേരത്തെ മസാല പുരട്ടി വെച്ചിരിക്കുന്ന അയില മീൻ ഇട്ട് കൊടുക്കാം. നമ്മൾ അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ച അയില മീനാണ്. മസാല എല്ലാം പിടിച്ചിട്ടുണ്ട്. നമുക്കിതിനെ ഒന്ന് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് അടച്ചു വെച്ച് കഴിക്കാം. ഒരു 5 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കിനി ഇതിനെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇത് 2-3 പ്രാവശ്യം മറിച്ചിട്ട് വേണം ഇത് വേവിച്ചെടുക്കാൻ. ഇതിലത് നല്ലപോലെ വെന്ത് വരുള്ളൂ. നല്ല മണമൊക്കെ വരുന്നുണ്ട്. ബാക്കി വന്ന അരപ്പ് ഇതിൻ്റെ പുറത്ത് ഒന്നുകൂടെ ഒന്ന് ചേർത്തി കളയുന്നുണ്ട്. നല്ല ചൂടാണ്. നമുക്കിനി ഇതിനെ ഒന്ന് അടച്ച് വെച്ച് അടച്ച് വെച്ചിട്ട് 5 മിനിറ്റ് അടച്ച് വെച്ചിട്ട് നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. നമുക്കിനി ഒന്നുകൂടെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. സൈഡ് പിന്തു വന്നിട്ടുണ്ട്. അടുത്ത് നമുക്ക് സൈഡിലേക്ക് മറിച്ചിട്ട് കൊടുക്കാം. അരി വേണം മറിച്ചിന്. അത് ഉടഞ്ഞു പോകരുത്. ഇതൊരു 3 മിനിറ്റ് വേവിക്കാം. അത് കഴിഞ്ഞ് നമ്മളോട് മറിച്ചിട്ട് ഒരു 3 മിനിറ്റ് കൂടെ വേവിച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്വാദിഷ്ടമായ അയില ഫ്രൈ റെഡിയാവും. നമുക്ക് അടച്ച് വെച്ച് കഴിക്കാം. നമുക്ക് ഒന്നുകൂടെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. ആ സൈഡും കൂടെ വെന്തിട്ടുണ്ട്. ഏകദേശം 2-3 മിനിറ്റ് ആയിട്ടുണ്ട്. ഇതിനെ ഒന്നുകൂടെ ഈ സൈഡ് നന്നായിട്ട് വെന്തിട്ടുണ്ട്. അപ്പുറത്തെ സൈഡും കൂടെ ഒന്ന് വെന്ത് വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ തന്നെ ഓൾറെഡി വെന്തിട്ടുണ്ട്. എന്നാലും ഒന്നുകൂടി ഒന്ന് വേവിച്ച് കൊടുക്കുക. ഒരു 3 മിനിറ്റ് കൂടെ അടച്ച് വയ്ക്കാം. നമുക്കിത് റെഡി ആയിട്ടുണ്ട്. നമ്മുടെ ഫിഷ് ഫ്രൈ റെഡി ആയിട്ടുണ്ട്. നമുക്കിത് പ്ലേറ്റിലേക്ക് മാറ്റാം.